വ്രതശുദ്ധിയുടെയും പുണ്യത്തിന്റെയും മറ്റൊരു നോമ്പുകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈയൊരു നോമ്പുകാലത്തിൽ വളരെ സ്വാദിഷ്ടമായ അല്ലെങ്കിൽ രുചികരമായ വിഭവങ്ങളുമായി കോട്ടയം മണിപ്പുഴയിലുള്ള മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ രുചി കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുന്ന് തന്നെ അറിയാം. പുണ്യ റമദാൻ മാസത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മലബാർ വില്ലേജ് കോട്ടയം ഒരുക്കുന്ന ഇഫ്താർ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഡേറ്റ്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ്, സ്നാക്സുകളുണ്ട്, തരിക്കഞ്ഞി, ഒപ്പം കുഷ്ക റൈസ് ആൻഡ് ഗ്രിൽഡ് ചിക്കൻ, അരിപ്പത്തിരി, തേങ്ങാപ്പാൽ, ഷിംല ചിക്കൻ ആൻഡ് ലൈം ജ്യൂസ്, ലൈം അസീർ. നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള പാക്കേജുകളാണ് നമുക്കുള്ളത്. ഒന്ന് നമുക്ക് ഡൈനിങ് ആണുള്ളത്, പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഇഫ്താർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാഴ്സൽ കിറ്റും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഡൈനിങ്ങിലാണെങ്കിൽ നമുക്ക് 459 രൂപയും, പിന്നെ പാഴ്സലിനാണെങ്കിൽ നമ്മൾ 479 രൂപയാണ് നമുക്ക് വരുന്നത്, ചാർജ് വരുന്നത്. ഈ രണ്ട് തരത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പ്രീ ബുക്കിംഗ് ആണ്. നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെസ്പോൺസ് ഉണ്ട്, നമുക്ക് ഒരുപാട് റെസ്പോൺസുകളുണ്ട്. നമുക്ക് ഒരുപാട് ഫംഗ്ഷനായിട്ട് തന്നെ വരുന്നുണ്ട്, ഇഫ്താർ ഫംഗ്ഷനായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാങ്കറ്റ് ഹോൾ ഉണ്ട്. നമുക്കൊരു 60 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാങ്കറ്റ് ഹോൾ ഉണ്ട്. അതിലുപരി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാർത്ഥന റൂം കൂടി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിച്ച് അവർക്ക് നോമ്പ് തുറക്കാനുള്ള സംവിധാനം കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഇവിടെ സ്റ്റാഫ് ആണെങ്കിലും ശരി, മാനേജ്മെന്റ് ആണെങ്കിലും ശരി, എല്ലാം കൂടെ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പുണ്യ റമദാനിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് നമുക്കത് കൊടുക്കാൻ പറ്റാവുന്നത് ഒരുമിച്ചിരുന്നുള്ള ഒരു ഇഫ്താർ വിരുന്ന്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു സന്തോഷമാണ്. ഇതാ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു അടുത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ആദ്യമായിട്ടാണ്. നമ്മുടെ നമുക്ക് 8 ഔട്ട്ലെറ്റും കൂടി വേറെ ഉണ്ട്. അവിടെ എല്ലാം ഇതേപോലെ തന്നെയാണ്. നമ്മുടെ സ്റ്റാഫിനും നമ്മളുടെ വരുന്ന ഗസ്റ്റുകൾക്കും നമ്മൾ ഒരേപോലെ തന്നെയാണ്, ഒരേ തട്ടിൽ തന്നെയാണ് അവർ കാണുന്നത്. നമ്മളിനിയും വരാൻ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോട് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? എല്ലാവരും വരിക, നമ്മള് മലബാർ കോട്ടയത്തിൽ വന്ന് നമ്മുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പുണ്യ റമദാൻ ദിനത്തിൽ എല്ലാവർക്കും സർവേശ്വരൻ സകല അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്